ഇറാൻ കത്തുകയാണ്. ഒരർത്ഥത്തിൽ ഇറാനിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന, ജനാധിപത്യം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം എന്നും ഉണ്ടായിട്ടുണ്ട്. ഷാ ഭരിച്ചിരുന്ന കാലത്ത് ഒരു അമേരിക്കൻ സംവിധാനത്തോട് ജനാധിപത്യം ഞാൻ പറയില്ല, എങ്കിൽ പോലും ഒരു ജനാധിപത്യം, മൊണാർക്ക് ഡെമോക്രസി അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങൾ ഫ്രീ ആയിരുന്നു, പ്രത്യേകിച്ചും സ്ത്രീകൾ, യുവാക്കളൊക്കെ ഫ്രീ ആയ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഉണ്ടായിരുന്നത്. അവിടെയാണ് 1979 അയത്തുള്ള ഖൊമൈനി എന്ന് പറയുന്ന അവിടുത്തെ ഷിയ നേതാവ് അവിടെ ഇതിൽ വരുന്നതും അധികാരത്തിൽ വരുന്നതും വലിയ തോതിൽ ഇസ്ലാമികവൽക്കരണം അവിടെ നടക്കുന്നതും. അത് ഇതുവരെ തുടരുകയാണ്. ഇറാഖുമായുള്ള യുദ്ധവും അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ ഇറാനിൽ സ്വാതന്ത്ര്യ സമരത്തെ പിന്താങ്ങാൻ അമേരിക്ക സ്വാഭാവികമായും വരും. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ ജനാധിപത്യം ഒന്നുമല്ല വിഷയം, അവർക്ക് എണ്ണയാണ്. അത് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യയിൽ സ്വാതന്ത്ര്യം വേണമെന്ന് അവർ പറയില്ല, ഒമാനിൽ സ്വാതന്ത്ര്യം വേണമെന്ന് പറയില്ല. പക്ഷെ ഇറാനിൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറയും. ജനങ്ങൾ സമരം ചെയ്യും, അതിന് പിന്തുണ കൊടുക്കും. പക്ഷേ ഇറാനെ ആക്രമിക്കും എന്ന അമേരിക്കയുടെ വാദം അത് ബാലിശമാണ് എന്ന് ഞാൻ കരുതി. ആക്രമിക്കാൻ പറ്റും. അമേരിക്ക ഇതുവരെ ആക്രമിച്ച് കീഴടക്കി അല്ലെങ്കിൽ യുദ്ധം ജയിച്ചു എന്ന് നമ്മൾ പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ സ്ഥിതി എന്താ? അവസാനം താലിബാനെ അധികാരം ഏൽപ്പിച്ച് പോണ്ടി വന്നു അമേരിക്കയ്ക്ക്. അവിടെ ഏത് ജനാധിപത്യത്തെ കുറിച്ച് അവർ പറയണത്? ഇറാഖിന്റെ സ്ഥിതി എന്താ? ഇപ്പോ ഇറാഖിൽ എവിടെയുണ്ട്? എന്താണ് ഇപ്പൊ സംഭവിച്ചത്? ഇത്രയും വലിയ യുദ്ധം ചെയ്ത് സദാം ഹുസൈനെ തോൽപ്പിച്ച് ഇറാഖ് പിടിച്ചിട്ട് ഇറാഖിൽ ജനാധിപത്യമുണ്ടോ? എന്തെങ്കിലും ആധിപത്യം ഉണ്ടോ? എന്തെങ്കിലും ഒരു വ്യവസ്ഥയുണ്ടോ ഇറാഖിൽ? എനിക്കറിയില്ല. കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ വളരെ മോശമാണ്. മാത്രമല്ല, ഭീകരവാദികളുടെ ആസ്ഥാന കേന്ദ്രങ്ങളായി അഫ്ഗാനിസ്ഥാനും ഈ പാകിസ്ഥാനും ഇറാഖും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അമേരിക്ക ഇടപെട്ട് ഇറാനിൽ ജനാധിപത്യം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, യുദ്ധം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇറാനോട് മാത്രമാവില്ല യുദ്ധം ചെയ്യേണ്ടി വരിക. ചൈനയും റഷ്യയും ഇറാനുമായി വളരെ സൗഹൃദത്തിലാണ്. ഇറാന്റെ രണ്ട് സൈഡിൽ കിടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ചൈനയും റഷ്യയും വലിയ ശക്തികൾ തന്നെയാണ്. ഇറാനെ അമേരിക്ക ഏകപക്ഷീയമായി ആക്രമിക്കാൻ തീരുമാനിച്ചാൽ അതിനെ കൗണ്ടർ ചെയ്യാൻ ഒരുപക്ഷെ ചൈനയോ റഷ്യയോ വന്നാൽ അത് യുദ്ധത്തിന്റെ തലം തന്നെ മാറ്റും. മൂന്നാമത്തെ കാര്യം, ഇറാൻ ഇപ്പോൾ ഒരു ആണവായുധ ശേഷിയുള്ള രാജ്യമാണ് എന്നത് സത്യമാണ്. ആണവായുധ ശേഷിയുള്ള രാജ്യത്തെ ആക്രമിക്കുമ്പോൾ വലിയ പ്രശ്നമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, അവർക്ക് അവസാനം പരാജയപ്പെടുന്നു കണ്ടാൽ അവർ ആണവായുധം പ്രയോഗിച്ചാൽ, ഇപ്പോ ആണവ നിലയങ്ങളെ കുറിച്ചും അതിന്റെ സുരക്ഷയെക്കുറിച്ചും ഇതിനെക്കുറിച്ചും എന്താ പറയുക, ഇന്റർ കോണ്ടിനെന്റൽ ബലാസ്റ്റിക് മിസൈൽസിനെ കുറിച്ചും ഉള്ള ഗവേഷണത്തിൽ നിയന്ത്രണം വേണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഇതൊക്കെയുള്ള അമേരിക്കയാണ് ബാക്കിയുള്ളവരോട് വേണ്ടെന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ എന്തായാലും ആ ശേഷി അവർ സ്വാംശീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദൂരെ നിന്നുകൊണ്ട് ഇസ്രായേൽ ഇതിൽ പെട്ടെന്ന് ഇടപെട്ടേ. കാരണം ഇസ്രായേലിന്റെ കാര്യം തന്നെ കുഴപ്പത്തില്ല, അവിടെ ഇസ്രായേലിന് പോരാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അമേരിക്കയ്ക്ക് നേരിട്ട് വന്ന് ഇറാനിൽ യുദ്ധം ചെയ്യാൻ കഴിയുമോ? നാറ്റോ സഖ്യരാജ്യങ്ങൾ ആരും ഇക്കാര്യത്തിൽ അമേരിക്കയുടെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യൂറോപ്പിൽ നിന്ന് ഒരു പിന്തുണ അമേരിക്കയ്ക്ക് കാര്യത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോ ജിയോ പൊളിറ്റിക്സ് വെച്ച് നോക്കിയാൽ തന്നെ ഇറാഖിൽ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടതുപോലെ ഇറാനിൽ ഇടപെടാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ഇറാനിൽ മറുവശത്ത് ഗവൺമെന്റ് അനുകൂല പ്രകടനങ്ങളും വളരെ ശക്തമായി സർക്കാർ തന്നെ സ്പോൺസർ ചെയ്യുന്നതാവാം, വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അങ്ങനെ ഒറ്റയടിക്ക് ഇറാൻ ഗവൺമെന്റിന് എതിരാക്കാനോ ഇറാനിൽ ഒരു സായുധ ഇടപെടൽ നടത്തി ഖൊമൈനിയെ പുറത്താക്കാനോ ഇന്നത്തെ നിലയ്ക്ക് ഒരു ശേഷിയും അമേരിക്കയ്ക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് മണ്ടത്തരമായിരിക്കും അങ്ങനെ ചെയ്താൽ.